എനിക്ക് ചെയ്യുവാൻ തോന്നുന്നതെല്ലാം ചെയ്യുന്നതിലൂടെ ഞാൻ ആയിത്തീരേണ്ട ആളാകും എന്ന ഒരു വിശ്വാസമാണ് അനേകരും വെച്ചു പുലർത്തുന്നത്. എൻ്റേതായ ഒരു സാമ്രാജ്യം പടുത്തുയർത്തണമെന്ന ചിന്ത. എന്തിനെന്ന് ചോദിച്ചാൽ, ഞാൻ 4 പേർ അറിയപ്പെടുന്ന ഒരാളാകണം, എനിക്കൊരു പേരുണ്ടാകണം, സമൂഹത്തിൽ വിലയും നിലയും ഉണ്ടാകണം, എൻ്റെ പരിശ്രമത്താൽ ഞാൻ ചിലതൊക്കെ നേടി എന്നൊരു ചാരിതാർത്ഥ്യം വേണം, എനിക്കൊരു പേരുണ്ടാക്കിയതിൻ്റെ അഹംഭാവം. ചുരുക്കത്തിൽ പറഞ്ഞാൽ, അത്യുന്നതങ്ങളിൽ എനിക്ക് മഹത്വം. അതുതന്നെ താങ്കൾക്കായി താങ്കളുടെ പരിശ്രമത്താൽ കെട്ടിപ്പടുക്കുന്ന ഈ സാമ്രാജ്യത്തെ ദൈവം കാണുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഇതാ ഇന്നത്തെ നമ്മുടെ പഠനത്തിൽ നല്ല ഒന്നാന്തരം ഒരു ഉദാഹരണം, ബാബേൽ ഗോപുരം. കേട്ടിട്ടുണ്ടല്ലോ? ഈ പഠനം ശ്രദ്ധയോടെ പഠിച്ചാട്ടെ, ജീവിതത്തിൽ ഒരുപാട് നല്ല പാഠങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇന്നത്തെ പഠനത്തിലേക്ക് സ്വാഗതം. ബൈബിളിന്റെ തന്നെ മുഖവുരയായി ഉൽപ്പത്തി പുസ്തകം 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ. ഈ 11 അധ്യായങ്ങളിൽ കുറഞ്ഞത് 2000 വർഷത്തെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് നാം കണ്ടു. അതുകൊണ്ട് 2000 വർഷത്തെ സംഭവം മാത്രമേ ഇതിലുള്ളൂ എന്നർത്ഥമില്ല. കോടിക്കണക്കിന് വർഷത്തെ ചരിത്രമാകാം. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം വംശാവലിയുടെ അധ്യായമാണ്. ലോകത്തിലെ രാഷ്ട്രങ്ങളുടെ ആരംഭം കാണിക്കുന്ന കുടുംബങ്ങളുടെ ചരിത്രം. ഇത് വിവരിക്കുവാൻ ഞാൻ അധികം സമയം ചെലവഴിക്കുന്നില്ല. എങ്കിൽ തന്നെ ഈ അധ്യായം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നോർക്കണം. നരവംശാസ്ത്രമോ ഭൂമിയിൽ മനുഷ്യവർഗത്തിന്റെ കൂടുതൽ കാര്യങ്ങളോ ഒക്കെ പഠിക്കണമെങ്കിൽ നിങ്ങൾ ഈ 10-ാം അധ്യായത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടതുണ്ട്. ഇവിടെ ഈ 10-ാം അധ്യായത്തിൽ നോഹയുടെ 3 പുത്രന്മാരുടെയും വംശപാരമ്പര്യം നമുക്ക് ലഭിക്കുന്നു. 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. നോഹയുടെ പുത്രന്മാരായ ശേം, ഹാം, യാഫത്ത് എന്നിവരുടെ വംശപാരമ്പര്യമാവിത്. ജലപ്രളയത്തിന്റെ ശേഷം അവർക്കും പുത്രന്മാർ ജനിച്ചു. ആദ്യം നമുക്ക് യാഫത്തിന്റെ വംശപാരമ്പര്യം ഒന്ന് നോക്കാം. അത് 10-ാം അധ്യായത്തിന്റെ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ അത്രേ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്ന് 6 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വംശപാരമ്പര്യം നോക്കാം. ആരംഭത്തിൽ തന്നെ വളരെ പ്രശസ്തരായ ആളുകൾ ഇവരായിരുന്നു. ഒടുവിലായി ശേമിന്റെ വംശാവലി നമുക്ക് കാണാം. അത് 10-ാം അധ്യായത്തിന്റെ 21 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. ബൈബിളിൽ ഉടനീളം ദൈവം അനുവർത്തിച്ചു വരുന്ന ഒരു മാതൃക ഇവിടെ നാം കാണുന്നു. അതായത്, താൻ തള്ളിക്കളഞ്ഞതായ വംശത്തെക്കുറിച്ച് ആദ്യം അല്പം സൂചിപ്പിച്ചിട്ട് ആ വിഷയം പൂർണ്ണമായും വിട്ടുകളയുന്നു. അത് പിന്നീട് ഉയർത്തിക്കൊണ്ടുവരുന്നതേയില്ല. ഒടുവിലായി അവൻ അംഗീകരിച്ച ആ വംശത്തെക്കുറിച്ച് വിശദീകരിച്ചു പറയുന്നു. അതായത്, യേശുക്രിസ്തുവിലേക്ക് നയിക്കുന്ന വംശത്തെക്കുറിച്ചാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് വീണ്ടും വീണ്ടും നാം കാണുന്ന ഒരു പ്രത്യേകതയാണ്. 10-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നാം കാണുന്നത്, യാഫത്തിന്റെ പുത്രന്മാര് ഗോമർ, മാഗോഗ്, മാദായ്, യാവാൻ, തൂബൽ, മേശക്, തീരാസ്. HS മില്ലർ എന്ന പണ്ഡിതന്റെ രേഖാചിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, മാഗോഗിൽ നിന്നും വന്നവരാണ് സ്കിത്യൻസ്, സ്ലാവ്സ്, റഷ്യക്കാർ, ബൾഗേറിയക്കാർ, ബൊഹീമിയക്കാർ, പോളണ്ടുകാർ, സ്ലൊവാക്സ്കാർ, ക്രയോഷ്യക്കാർ. ഇന്ത്യക്കാരും ഇറാൻ വർഗക്കാരും, അതായത് പേർഷ്യക്കാർ, അഫ്ഗാൻകാർ, കുർദ്, മേദ്യർ എന്നിവരെല്ലാം മാദായി എന്നിവനിൽ നിന്നും ഉണ്ടായവരത്രേ. യാവാനിൽ നിന്നും വന്നത് ഗ്രീക്കുകാർ, റോമാക്കാർ, ഫ്രഞ്ചുകാർ, സ്പെയിൻകാർ, പോർട്ടുഗീസുകാർ, ഇറ്റലിക്കാർ മുതലായവരാണ്. ഇനി തീരാസിൽ നിന്നും വന്നവരാണ് താർഷ്യൻസ്, ജർമ്മൻസ് മുതലായവർ. ജർമ്മൻകാരിൽ നിന്നുമാണ് യൂറോപ്യൻ വർഗക്കാർ. അങ്ങനെ വിവരിച്ചു പോയാൽ വളരെ സമയമെടുക്കും. പക്ഷേ ഇത് പഠിക്കാൻ നല്ല രസമാണ്. ഇനിയും ഹാമിന്റെ സന്തതികളെക്കുറിച്ചൊന്ന് നോക്കാം. 6-ാം വാക്യം നോക്കിക്കാട്ട്, 10-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. ഹാമിന്റെ പുത്രന്മാര് കൂശ്, മിസ്രയീം, പൂത്ത്, കനാൻ. ഇവിടെ വായിക്കുമ്പോൾ മനസ്സിലാകുമല്ലോ ഹാമിന് മറ്റു മക്കളും ഉണ്ടായിരുന്നു എന്ന്. പക്ഷേ ശാപം കനാന്റെ മേൽ മാത്രമായിരുന്നു. എന്തുകൊണ്ടത് മറ്റുള്ളവരുടെ മേൽ വന്നില്ല? അത് പറയുവാൻ എനിക്കറിയില്ല. കനാനിൽ നിന്നുമാണ്
ഫൊയ്നീക്യക്കാർ, ഹിത്യർ, യെബൂസിയർ, അമോരിയർ, ഗിർഗസ്യർ, ഹിവ്യർ മുതലായവർ ഉണ്ടായത്. ഹാമിന്റെ മകനായിരുന്ന കൂശിൽ നിന്നുമാണ് ആഫ്രിക്കക്കാർ, അതായത് എത്യോപ്യക്കാർ, ഈജിപ്തുകാർ, ലിബിയാക്കാർ മുതലായവരെല്ലാം ഉണ്ടായത്. ഈ വർഗങ്ങളെല്ലാം ഹാമിൽ നിന്നുമുള്ളതാണ്. ഇനിയും കൂശിന്റെ മകനെക്കുറിച്ച് അല്പം വിവരണം നമുക്ക് നൽകിയിരിക്കുന്നത് 8-9 വാക്യങ്ങളിൽ കാണുന്നു. കൂശ് നിമ്രോദിനെ ജനിപ്പിച്ചു. അവൻ ഭൂമിയിൽ ആദ്യ വീരനായിരുന്നു. അവൻ യഹോവയുടെ മുമ്പാകെ നായാട്ടുവീരനായിരുന്നു. അതുകൊണ്ട് യഹോവയുടെ മുമ്പാകെ നിമ്രോദിനെ പോലെ നായാട്ടുവീരൻ എന്ന് പഴഞ്ചൊല്ലായി. അവൻ ഭൂമിയിൽ ആദ്യ വീരനായിരുന്നു എന്നാണ് നാം കണ്ടത്. ഒരു വലിയ ലോക സാമ്രാജ്യത്തിന്റെ ഭരണാധിപനായി തീരുവാൻ അവൻ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യുവാൻ അവൻ ശ്രമിക്കുകയും ചെയ്തു. അവൻ യഹോവയുടെ മുൻപാകെ നായാട്ടുവീരനായിരുന്നു എന്ന് പറഞ്ഞത് ശ്രദ്ധിച്ചോ? അവൻ വന്യമൃഗങ്ങളെ വേട്ടയാടി പിടിക്കുന്നവനായിരുന്നു എന്നല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ കൊച്ചുകുട്ടികൾ ഒരു കല്ല് വല്ലതും എടുത്തെറിഞ്ഞ് ഉറക്കം തൂങ്ങിയിരിക്കുന്ന ഒരു കാക്കക്കുഞ്ഞു വല്ലതും താഴെ വീണാൽ ഉടനെ കൂട്ടുകാരെല്ലാം കൂടെ പറയും, ഓ, ഇവനൊരു കൊച്ചു നിമ്രോദാണല്ലോടാ എന്ന്. എന്നാൽ നിമ്രോദ് കാടായ കാടെല്ലാം നടന്ന് മൃഗങ്ങളെയും പക്ഷികളെയും വേട്ടയാടുകയല്ലായിരുന്നു ചെയ്തിരുന്നത്. പിന്നെയോ മനുഷ്യന്റെ ജീവനെയായിരുന്നു അവൻ വേട്ടയാടിയിരുന്നത്. അതത്രേ ഈ ഭാഗത്തെ ചിന്ത. 10-ാം വാക്യത്തിൽ നാം കാണുന്നു, അവന്റെ രാജ്യത്തിന്റെ ആരംഭം ശിനാർ ദേശത്ത് ബാബേൽ, ഏറക്, അക്കാദ്, കൽനെ എന്നിവ ആയിരുന്നു. ശിനാർ ദേശത്തെ ആ വലിയ പട്ടണങ്ങളുടെ സ്ഥാപകൻ നിമ്രോദായിരുന്നു. ബൈബിളിൽ നിന്നും അല്ലാതെ തന്നെ മറ്റ് ചരിത്രങ്ങളിൽ നിന്നും വളരെയധികം കേൾക്കാവുന്ന ഒരു പേരാകുന്നു നിമ്രോദ്. ബാബേൽ ഗോപുരത്തിന്റെ പിൻപിൽ പ്രവർത്തിച്ച പ്രധാന വ്യക്തി നിമ്രോദാകുന്നു എന്ന് കാണിച്ചുകൊണ്ടുള്ള കഥകൾ ആശ്ചര്യജനകം തന്നെയാണ്. ജലപ്രളയത്തിന് ശേഷം മനുഷ്യവർഗത്തെ മുഴുവൻ ഒന്നിച്ചുകൂട്ടിയൊരു രാഷ്ട്രമാക്കി ഒരു ലോക സാമ്രാജ്യ ഭരണാധികാരിയായിരിക്കാൻ ശ്രമിച്ച വ്യക്തിയായിരുന്നു നിമ്രോദ്. അവനായിരുന്നു ഈ മറുതലിപ്പുകാരൻ, എതിർപ്പുകാരൻ, ബാബേലിന്റെ സ്ഥാപകൻ, മനുഷ്യന്റെ ജീവനെ വേട്ടയാടുന്നവൻ അവനായിരുന്നു. അധർമ്മമൂർത്തി. ഒടുവിലത്തെ ലോക ഭരണാധികാരിയുടെ നിഴലാണ് നിമ്രോദ്. അതെ, ഇനിയും പ്രത്യക്ഷപ്പെടുവാനുള്ള എതിർ ക്രിസ്തുവിന്റെ പകർപ്പ്. അങ്ങനെ ആദ്യത്തെ വലിയ സംസ്കാരം ഹാമിന്റെ പുത്രന്മാരിൽ നിന്നുമാണ് ആരംഭിച്ചത്. നാം അത് ഗ്രഹിക്കേണ്ടത് വളരെ ആവശ്യമാണ്. പക്ഷേ അതേപ്പറ്റി കൂടുതൽ ഗവേഷണം നടത്തേണ്ടതുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് കാണിച്ച അതേ മാതൃക നമുക്കും തുടരുന്നതാണ് നല്ലതല്ലേ? അതായത് ദൈവം തള്ളിക്കളഞ്ഞതായ വംശത്തെക്കുറിച്ച് അല്പം വല്ലതും പറഞ്ഞിട്ട് അത് വിട്ടുകളയുന്നു, പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല. അതുകൊണ്ട് ഇനി നാം അബ്രാം, ഇസ്രായേൽ രാഷ്ട്രം, ഒടുവിലായി ക്രിസ്തുവിന് ഈ ഭൂമിയിലേക്ക് വരുവാൻ സാധിച്ചതുമായ ആ വംശത്തിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ പോകുന്നത്. പഴയ നിയമത്തിൽ നാം പഠിക്കുവാൻ പോകുന്നത് ഈ വംശത്തെക്കുറിച്ചാണ്. കുറച്ച് സമയത്തേക്ക് ബാക്കിയുള്ള മനുഷ്യവർഗത്തോട് ദൈവം വിട ചൊല്ലുന്നത് പോലെ തോന്നുന്നു, ഇല്ലേ? എന്നാൽ അവൻ അവരിലേക്ക് മടങ്ങിവരും, തീർച്ചയായിട്ടും മടങ്ങിവരും. 10-ാം അധ്യായത്തിൽ 70 രാഷ്ട്രങ്ങളുടെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവയിൽ 14 യാഫത്തിൽ നിന്നുമാണ് ഉണ്ടായത്. ഹാമിൽ നിന്നും 30 പുറപ്പെട്ടു. ശേമിൽ നിന്നും 26 രാഷ്ട്രങ്ങൾ പുറപ്പെട്ടു. അങ്ങനെ ഈ വംശാവലിയിൽ 70 രാഷ്ട്രങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തിലെ രാഷ്ട്രങ്ങളോട് താൻ എന്തു ചെയ്തു എന്ന് ദൈവം നമ്മെ കാണിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. കുറെ കാലത്തേക്ക് ഒരു കൂട്ടർ പ്രബലരായി കാണും, പിന്നീട് മറ്റൊരു കൂട്ടർ. എന്തൊക്കെയായാലും ഈ ലോകത്തെ ഭരിച്ചു നടത്തുവാൻ ആരും ശക്തരല്ല എന്ന് ദൈവം വ്യക്തമായി കാണിച്ചു തന്നു. അത് തീർച്ചയായും ഒരു വലിയ വെളിപ്പാട് തന്നെയാണ്. ഇനിയും ശേമിന്റെ പുത്രന്മാരുടെ ആ കാര്യമൊന്ന് നോക്കാം. 10-ാം അധ്യായത്തിന്റെ 21 മുതലുള്ള വാക്യങ്ങളിലാണ് അത് നാം വായിക്കുന്നത്. ഏബറിന്റെ പുത്രന്മാരൊക്കെയും പിതാവും യാഫത്തിന്റെ ജ്യേഷ്ഠനുമായ ശേമിനും പുത്രന്മാർ ജനിച്ചു. ശേമിന്റെ പുത്രന്മാർ ഏലാം, അശൂർ, അർപ്പഷാദ്, ലൂദ്, അരാം. അരാമിന്റെ പുത്രന്മാർ ഊസ്, ഹൂള്, ഗഥേർ, മസ്. അർപ്പക്ഷാദ് ശാലഹിനെ ജനിപ്പിച്ചു. ശാലഹ് ഏബറിനെ ജനിപ്പിച്ചു. ഏബറിന് 2 പുത്രന്മാർ ജനിച്ചു. ഒരുത്തന് പേലഗ് എന്നു പേര്.
അവന്റെ കാലത്തായിരുന്നു ഭൂവാസികൾ പിരിഞ്ഞുപോയത്. അവന്റെ സഹോദരന് യൊക്താൻ എന്നു പേര്. ഭൂവാസികൾ പിരിഞ്ഞുപോയത് എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അടുത്ത അധ്യായത്തിൽ നാം പഠിക്കുവാൻ പോകുന്ന ബാബേൽ ഗോപുരത്തിന്റെ കാര്യം മോശ ഇവിടെ തന്നെ സൂചിപ്പിച്ചു, അത്രമാത്രം. ഇനി നമുക്ക് ഈ അധ്യായത്തിലെ ഒടുവിലത്തെ വാക്യം കൂടി ഒന്ന് നോക്കാം. 32-ാം വാക്യം. ഇവർ തന്നെ ജാതി ജാതിയായും കുലം കുലമായും നോഹയുടെ പുത്രന്മാരുടെ വംശങ്ങൾ. അവരിൽ നിന്നാകുന്നു ജലപ്രളയത്തിന്റെ ശേഷം ഭൂമിയിൽ ജാതികൾ പിരിഞ്ഞുപോയത്. ഇവിടെ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഈ അധ്യായം പഠിക്കുവാൻ നാം വളരെ കുറച്ച് സമയമേ ചെലവഴിച്ചുള്ളൂ എന്നെനിക്കറിയാം. എങ്കിലും ബൈബിളിലെ അതിമഹത്തായ അധ്യായങ്ങളിൽ ഒന്നത്രേ ഇത്. മനുഷ്യകുലത്തിന്റെ യഥാർത്ഥ അവസ്ഥ അറിയുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ആഴമായി പഠിക്കുവാൻ സഹായകമായ ഒരു അധ്യായമത്രേ ഈ 10-ാം അധ്യായം. 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ബാബേൽ ഗോപുരത്തിന്റെ പണിയത്രേ അതിൽ നാം കാണുന്നത്. 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം കാണുന്നത് ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കും ആയിരുന്നു. ആ സമയത്ത് മനുഷ്യർ ഏത് ഭാഷയാണ് സംസാരിച്ചിരുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഓരോരുത്തർക്കും അവകാശപ്പെടാം അവരുടെ ഭാഷയായിരുന്നു ആദ്യത്തേതെന്ന്. ഏത് ഭാഷയായിരുന്നു എന്നത് നമുക്ക് ആർക്കും അറിയില്ല. ഞാൻ വിശ്വസിക്കുന്നത് ഈ പറഞ്ഞ ഭാഷ ഏതായിരുന്നാൽ തന്നെയും അതുതന്നെയായിരിക്കും സ്വർഗത്തിലും സംസാരിക്കുന്നതെന്നത്രേ. ഇന്ന് നമുക്കുള്ള ഭാഷകളെക്കാൾ നല്ലത് അതുതന്നെ ആയിരിക്കുമെന്ന് തോന്നുന്നു. 2-ാം വാക്യം. എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്ത് ശിനാർ ദേശത്ത് ഒരു സമഭൂമി കണ്ടു, അവിടെ കുടിയിരുന്നു. എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്തു. ഇതിനേക്കാൾ ശരിയായിട്ടുള്ള തർജ്ജമ കിഴക്ക് നിന്ന് വന്നവർ എന്നുള്ളതത്രേ. അവർ കിഴക്ക് നിന്നുമാണ് വന്നതെന്ന കാര്യം ശ്രദ്ധിക്കണം. മനുഷ്യവർഗം വാസ്തവത്തിൽ പടിഞ്ഞാറോട്ട് നീങ്ങുകയായിരുന്നു. ശിനാർ ദേശത്ത് ഒരു സമഭൂമി കണ്ടു. ഈ പറഞ്ഞത് ടൈഗ്രീസ് യൂഫ്രട്ടീസ് താഴ്വരയിലാണ് എന്നത് തീർച്ചയാണ്. 3-ാം വാക്യത്തിൽ നാം കാണുന്നത് അവർ തമ്മിൽ വരുവീൻ, നാം ഇഷ്ടിക അറുത്ത് ചുടുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇഷ്ടിക കല്ലായും പശമണ്ണ് കുമ്മായമായും ഉപയോഗിച്ചു. ഈ പറഞ്ഞ താഴ്വരയിൽ കല്ല് ലഭിക്കാനില്ല. അതുകൊണ്ടവർ ഇഷ്ടികയുണ്ടാക്കി. അവർ പണിതുയർത്തിയ ഗോപുരത്തിന്റെ ഉറപ്പിനെ കാണിക്കുന്ന ഒന്നത്രേ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ പ്രസ്താവന. ഇന്നും കെട്ടിടം പണികൾക്ക് പൊതുവെ ഉപയോഗിക്കാറുള്ളതാണല്ലോ ഇഷ്ടിക. ഇഷ്ടിക അന്നും ഉപയോഗിച്ചത് അതിന്റെ പ്രായോഗികത കൊണ്ടും ആവശ്യം കൊണ്ടും ആയിരുന്നു എന്ന് നാം കാണുന്നു. 4-ാം വാക്യത്തിൽ വരുവിൻ, നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക, നമുക്കൊരു പേരുണ്ടാക്കുക എന്ന് അവർ പറഞ്ഞു. അവർ പറഞ്ഞ് ശ്രദ്ധിച്ചോ? നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിക്കാൻ ഒരു പട്ടണവും നമുക്കൊരു പേരും ഉണ്ടാക്കുക. വളരെ മോശമായ ഒരു സ്വാർത്ഥത നാം ഇവിടെ കാണുന്നുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ഈ ഗോപുരത്തിന്റെ ഒരേ ഒരു ഉദ്ദേശം മനുഷ്യരെ ഒന്നിച്ച് സംഘടിപ്പിക്കുവാൻ മാത്രമായിരുന്നു. ബാബേൽ ഗോപുരത്തിന്റെ പണി സർവശക്തനായ ദൈവത്തോടുള്ള മനുഷ്യവർഗത്തിന്റെ മറുതലിപ്പിനെ കാണിക്കുന്നതത്രേ. ഈ നീക്കം നടത്തിയത് തന്നെ നിമ്രോദാകാനാണ് സാധ്യത. ബാബേൽ പട്ടണത്തിന്റെ പണിയുടെ പിൻപിൽ പ്രവർത്തിച്ചത് അവനാണ്. ആ സ്ഥിതിക്ക് ബാബേൽ ഗോപുരത്തിന്റെ പിൻപിലെ ആലോചനയും അവന് തന്നെയായിരിക്കുമില്ലേ? ദൈവത്തിനെതിരായി നിൽക്കുവാൻ കഴിവുള്ള ഒരു ലോക സാമ്രാജ്യത്തെ ഉണ്ടാക്കുക എന്നതായിരുന്നു ആ സ്ഥലം കൊണ്ട് നിമ്രോദ് ആഗ്രഹിച്ചത്. അവന്റെ ആഗ്രഹങ്ങൾ സാധിക്കുവാൻ, അവന്റെ സ്വപ്നങ്ങൾ സഫലീകരിക്കുവാൻ 2 വിശേഷ ലക്ഷണവും ഘടകവും അത്യാവശ്യമായിരുന്നു. ഒരു പേരുണ്ടാക്കുവാൻ, ലോകം മുഴുവൻ അടക്കി ഭരിക്കുവാൻ 2 കാര്യം വേണമായിരുന്നു. ഒന്നാമത്, സംഘടിക്കുന്നതിനായി ഒരു കേന്ദ്രം, ഒരു തലസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം. സമ്മേളിക്കുവാനും തൻ്റേതെന്ന് പറയുവാനുമുള്ള ഒരു തലസ്ഥാനം അതവൻ ആവശ്യമായിരുന്നു. ഈ കാരണത്താലാണ് അവൻ ബാബേൽ പട്ടണം പണിതത്. ഒരു ലോക സാമ്രാജ്യം പണിതുയർത്തുക എന്ന അവന്റെ സ്വപ്നം നിറവേറ്റുന്നതായിരുന്നു ഈ പട്ടണം. രണ്ടാമതായി അവൻ ആവശ്യമായിരുന്നത്, ലോകത്തെ സംഘടിപ്പിക്കുവാൻ അവനൊരു സ്ഥലം ആവശ്യമായിരുന്നു. ഭൂമിശാസ്ത്രപരമായി സംഘടിപ്പിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്, അതിന് ബാബേൽ ഉണ്ടായിരുന്നു. പിന്നെയോ മാനസികമായി സംഘടിപ്പിക്കുവാൻ കഴിയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതായത് മനുഷ്യർക്ക് ഉത്തേജനം നൽകുന്ന, തീപ്പൊരി കത്തിക്കുവാൻ, ആവേശം പകരുവാൻ
മുദ്രാവാക്യം വിളിക്കുവാൻ, കൊടി പിടിപ്പിക്കുവാൻ, ആരെയും അതിലേക്ക് വലിച്ചിഴയ്ക്കുവാൻ കഴിയുന്ന ഒരു മാനസിക അവസ്ഥ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു സ്ഥലം. അതിപ്പോൾ വത്തിക്കാനാണെങ്കിലും വേളാങ്കണ്ണിയാണെങ്കിലും ശരി, ജെറുസലേം ആണെങ്കിലും മക്കയാണെങ്കിലും ശരി, ശബരിയാണെങ്കിലും ശിവഗിരിയാണെങ്കിലും ശരി, പരുമലയാണെങ്കിലും ഭരണങ്ങാനമാണെങ്കിലും ശരി, മാരാമണ്ണാണെങ്കിലും മലയാറ്റൂരാണെങ്കിലും ശരി, കുമ്പനാടാണെങ്കിലും പുനലൂരാണെങ്കിലും ശരി, ഇവിടൊക്കെ ആണ്ടിലൊരിക്കൽ പോയിട്ട് വരുമ്പോൾ അണികൾക്കുണ്ടാകുന്ന ആവേശം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പറഞ്ഞിടത്തൊക്കെ ബാബേൽ ഗോപുരങ്ങൾ പണിതു വെച്ചിരിക്കുന്നതിന്റെ പിൻപിലെ ലക്ഷ്യം എന്തെന്ന് പാവം മനുഷ്യരുണ്ടോ അറിയുന്നു. തങ്ങൾ ജീവിച്ചിരുന്നപ്പോൾ ഒരു ചെറുപനി പോലും പൊറുപ്പിച്ചിട്ടില്ലാത്ത ചില നേതാക്കന്മാർ മരിച്ചു കഴിഞ്ഞ് അവരെ സർവ്വവ്യാധിയും പൊറുപ്പിക്കുവാൻ ശക്തരായ പുണ്യവാളന്മാരായി പുകഴ്ത്തി അണികളെ അവരുടെ ശവകുടീരത്തിലേക്കോ ആസ്ഥാനത്തിലേക്കോ ആകർഷിക്കുന്നത് മാനസികമായി അണികളെ ചൂടുപിടിപ്പിച്ച് തങ്ങളോടൊപ്പം സംഘടിപ്പിച്ച് നിർത്തി അവരുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾ സാധിക്കുവാനാകുന്നു എന്ന് ചിന്തിക്കുന്ന ആർക്കും മനസ്സിലാകും. തങ്ങളുടെ ദൈവമെന്ന് വാഴ്ത്തിപ്പാടുന്ന ഈ മരിച്ചു മൺമറഞ്ഞ നേതാക്കന്മാർ ഇന്ന് ഉയർത്തുവന്നാൽ ഇപ്പോൾ നേതാക്കന്മാരായിരിക്കുന്നവർ കസേര ഒഴിഞ്ഞുകൊടുക്കുമെന്നാണോ താങ്കൾ കരുതുന്നത്? നടന്നത് തന്നെ. അവരൊക്കെ ശവകുടീരത്തിനുള്ളിൽ അനങ്ങാതിരിക്കുന്നത്രയും കാലം അവർ ദൈവങ്ങളാണ്. അവരുടെ പേരിൽ വെട്ടിപ്പ് നടത്തുക എളുപ്പവുമാണ്. അഥവാ എങ്ങാനും എണീറ്റു വന്നാൽ തല്ലിക്കൊന്ന് പിന്നെയും പെട്ടിയിലാക്കി കുഴിച്ചുമൂടും. ഇതത്രേ ബാബേൽ ഗോപുര മനഃശാസ്ത്രം. തങ്ങളെ ശക്തമായി പ്രേരിപ്പിക്കുന്ന എന്തെങ്കിലും ശക്തി വേണം, സ്ഥലം വേണം, ഒരു പ്രസ്ഥാനവും ആവശ്യമാണ്. ഇന്ന് പലർക്കും ആവേശം നൽകുന്നത് ഇതുപോലുള്ള സ്ഥലങ്ങളാണല്ലോ. അവിടെ നിന്നും ഉതിർക്കുന്ന ഒരു ദീപശിഖ ആയിരങ്ങളെ പിൻപിൽ അണിനിരത്തുന്നു. നിമ്രോദിന്റെ കാലത്ത് അത് ബാബേലായിരുന്നു. വരുവീൻ നാം പണിക എന്നത് ദൈവത്തിനെതിരെയുള്ള സംഘടിക്കലും മറുതലിപ്പുമാകുന്നു. നമുക്ക് ഒരു പേരുമുണ്ടാക്കുക എന്നത് വെളിപ്പെടുത്തുന്നത് ഒരു ധിക്കാരമുള്ള അതിമോഹത്തെയാണ്. ഇന്നും നമ്മുടെ ഇടയിലെ ശാപം ഇതുതന്നെയല്ലേ? ദൈവത്തെപ്പോലും സ്വാധീനിച്ച് എവിടെങ്കിലുമൊക്കെ കയറിപ്പറ്റുക നമ്മുടെ ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യം അതൊക്കെയല്ലേ? ബാബേൽ ഗോപുരം എന്തായിരുന്നില്ല എന്നതും കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ജലപ്രളയം വന്നാൽ കയറി രക്ഷപ്പെടുവാൻ പണിത ഒരു ഗോപുരമായിരുന്നില്ല ഈ ബാബേൽ ഗോപുരം. ചില വ്യാഖ്യാതാക്കൾ വിവരിക്കുന്നത് പോലെ വെള്ളം എത്ര പൊങ്ങിയാലും എത്താത്ത ഒരു ഗോപുരം പണിയുകയല്ലായിരുന്നു നിമ്രോദിന്റെയും കൂട്ടരുടെയും ഉദ്ദേശം. ദൈവത്തിനെതിരെയുള്ള മനുഷ്യന്റെ മറുതലിപ്പ്, ധാർഷ്ട്യം, ധിക്കാരം, ഇവയത്ര ഈ ഗോപുരം വെളിപ്പെടുത്തുന്നത്. ഭൂമി മുഴുവൻ പരന്ന് അതിൽ നിറയണമെന്നത്ര ദൈവം മനുഷ്യനോട് അരുളി ചെയ്തത്. എന്നാൽ ഇതാ ഇവിടെ മനുഷ്യൻ തന്റെ പ്രവർത്തനം കൊണ്ട് ദൈവത്തോട് പറയുകയാണ്, അതങ്ങിരിക്കട്ടെ, ഞങ്ങൾ ഏതായാലും ചിതറുവാൻ പരിപാടിയില്ല, ഞങ്ങളൊന്ന് സംഘടിക്കുവാൻ തന്നെയാണ് ചിന്തിക്കുന്നത്. നീയുമായി കാര്യമൊന്ന് പറഞ്ഞു തീർക്കണം. ഇനിയും ഞങ്ങൾ മനുഷ്യരെല്ലാം ഒന്നാണ്. മനുഷ്യരുടെ ഐക്യം സിന്ദാബാദ്. അതെ, ബാബേൽ ഗോപുരം ദൈവത്തിനെതിരായിട്ടുള്ളതായിരുന്നു. മാത്രവുമല്ല, ബാബേൽ ഗോപുരം മതത്തിന്റെ ഒരു പ്രതീകം കൂടിയായിരുന്നു. സൃഷ്ടാവിനേക്കാൾ ഉപരി സൃഷ്ടിയെ മനുഷ്യർ ആരാധിച്ചു വന്ന താഴ്വരയായിരുന്നു അത്. ഗോപുരത്തിന്റെ മുകളിൽ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ആരാധിച്ചിരുന്നു. താഴ്വരയിൽ കണ്ണിൽ കണ്ട സകല മൂർത്തികളെയും പൂജിച്ചിരുന്നു. ദൈവത്തെ ധിക്കരിച്ചുള്ള മനുഷ്യന്റെ പോക്ക് എന്നും അപകടകരമാണ്. ബാബേൽ ഗോപുരത്തോട് ദൈവം പ്രതികരിച്ചത് എപ്രകാരമാണെന്ന് ഒന്ന് ശ്രദ്ധിക്കൂ. 5ഉം 6ഉം വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. 11:5-6. മനുഷ്യർ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു. അപ്പോൾ യഹോവ, ഇതാ ജനം ഒന്ന്, അവർക്കെല്ലാവർക്കും ഭാഷയും ഒന്ന്. ഇതും അവർ ചെയ്തു തുടങ്ങുന്നു. അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകയില്ല. ഇത് അതിമഹത്തായ ഒരു പ്രസ്താവനയാണ്. സകല മനുഷ്യരും ഒരേ ഭാഷ സംസാരിച്ചിരുന്നതിനാൽ അന്ന് ഭാഷാ പ്രശ്നം അല്ലെങ്കിൽ ആശയവിനിമയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവർക്ക് ഒരുമിച്ചുകൂടി തങ്ങളുടെ അറിവും സമ്പത്തും ഒന്നിച്ചുപയോഗിക്കാമായിരുന്നു. അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകയില്ലതാനും.
ഈ ജലപ്രളയം എന്ന വലിയ ശിക്ഷാവിധിയിൽ കൂടി കടന്നുപോയിട്ടും മനുഷ്യന്റെ സ്വഭാവം നോക്കിക്കേ. മനുഷ്യന് വീണുപോയ ഒരു പ്രകൃതവും പൂർണ്ണമായും നശിച്ച ഒരു സ്വഭാവവുമാകുന്നു ഉള്ളതെന്ന് മറക്കരുത്. ഈ മറുതലിപ്പിനെ കണ്ടില്ലെന്ന് വയ്ക്കുവാൻ ദൈവത്തിന് കഴിയില്ല. കാരണം ഈ എതിർപ്പ് തനിക്കെതിരെയാണ്. ഒരു സംരക്ഷണ മതിൽ ദൈവം ഉണ്ടാക്കുവാൻ പോകുകയാണ്. ഒരു തടസ്സം അവൻ സൃഷ്ടിക്കുവാൻ തുടങ്ങുന്നു. അത് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ ദൈവത്തെ സംരക്ഷിക്കുവാനല്ല. മനുഷ്യൻ അത്രയ്ക്ക് കഴിവുള്ളവനായതിനാൽ ഇങ്ങനൊന്ന് ആവശ്യമാണ്. അവന് ചന്ദ്രനിലേക്ക് പോകാം, ജെറ്റ് വിമാനത്തിൽ അവന് പറക്കാം, എല്ലാവർക്കും ഒരേ ഭാഷയും സകലരും ഒരുമിച്ച് ദൈവത്തിനെതിരെ കൂടി വരികയും ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് ദൈവം ചെയ്തത് ശ്രദ്ധിക്കൂ. 11-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ. വരുവിൻ, നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷ കലക്കിക്കളക എന്നരുളി ചെയ്തു. അങ്ങനെ യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിലെങ്ങും ചിഹ്നിച്ച് അവർ പട്ടണം പണിയുന്നത് വിട്ടുകളഞ്ഞു. സർവ്വഭൂമിയിലെയും ഭാഷ യഹോവ അവിടെ വെച്ച് കലക്കിക്കളകയാൽ അതിന് ബാബേൽ എന്നു പേരായി. യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിലെങ്ങും ചിഹ്നിച്ചു കളഞ്ഞു. ഇപ്പോൾ മനുഷ്യൻ ഭൂതലത്തിലെങ്ങും ചിതറിയിരിക്കുകയാണ്. ദൈവത്തോടുള്ള മറുതലിപ്പിൽ അവർ ഒരുമിച്ചായിരുന്നു. എന്നാൽ ഇപ്പോൾ അവർക്ക് അന്യോന്യം മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. ഈ ഭാഷാ പിണക്കം മറ്റെന്തിനേക്കാളും വലിയ പിണക്കമാണ്. അന്യോന്യം ഭാഷ മനസ്സിലാക്കുവാൻ സാധിക്കാത്ത അവസ്ഥ ഏറ്റവും വലിയ തടസ്സമാകുന്നു സുഹൃത്തെ. മറ്റെന്തിനേക്കാളും ശക്തമാണ് ഈ ഭാഷാ തടസ്സം. ഭാഷകൾ ക്രമേണ ഉരുത്തിരിഞ്ഞു വന്നതാണെന്ന് പലരും പറയാറുണ്ട്. എന്നാൽ ദൈവം പറയുന്നു താൻ അവരുടെ ഭാഷ കലക്കിക്കളഞ്ഞുവെന്ന്. അങ്ങനെ അവർ പണി നടത്തിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ അന്യോന്യം മനസ്സിലാക്കാൻ കഴിയാത്തൊരവസ്ഥയിലായിത്തീർന്നു. പണിയുടെ ആ പദ്ധതി പെട്ടെന്ന് നിന്നു. മനുഷ്യർ ബാബേലിൽ നിന്നും പുറപ്പെട്ടുപോയി. അവർ എല്ലാ ദിക്കുകളിലേക്കും ചിതറിപ്പോയി. അന്ന് സംഭവിച്ച മഹത്തായ ഒരു കാര്യം ഇതത്രേ. ഇവിടെ ഇതാ അന്യഭാഷകൾ സംസാരിക്കുന്നു. അവർക്ക് അന്യോന്യം മനസ്സിലാകാത്ത അവസ്ഥ. ഇതൊരു അത്ഭുതമായിരുന്നു. സംസാരിക്കുന്ന അത്ഭുതവും കേൾക്കുന്ന അത്ഭുതവും. അവർ പലതരത്തിലുള്ള ഭാഷകൾ സംസാരിച്ചു. അത് ശ്രദ്ധിച്ചവർക്കത് മനസ്സിലാകുമായിരുന്നില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെ നടന്നത് മറഞ്ഞിരുന്ന എന്തെങ്കിലും അനുഗ്രഹമായിരുന്നോ? അതോ അത് മനുഷ്യവർഗത്തിന്മേൽ വന്ന ഒരു ശാപമായിരുന്നോ? ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൽ ഇതൊരു അനുഗ്രഹമായിരുന്നു. എന്നാൽ ദൈവത്തിൽ നിന്നും അകന്നുപോയിക്കൊണ്ടിരുന്ന മനുഷ്യൻ അത് തീർച്ചയായും ഒരു ശിക്ഷാവിധി തന്നെയായിരുന്നു. നൂറ്റാണ്ടുകളായി മനുഷ്യവർഗം തമ്മിൽ പിരിഞ്ഞിരിക്കത്തക്ക സ്ഥിതി ഉണ്ടായത് ഒരു വലിയ തടസ്സം തന്നെയായിരുന്നു. ഇന്ന് നമ്മുടെ ഈ റേഡിയോയും ടെലിവിഷനും മൊബൈൽ ഫോണുകളും ഇന്റർനെറ്റും സൂപ്പർസോണിക് വിമാനങ്ങളും കമ്പ്യൂട്ടറുകളും എല്ലാം കൂടി ഈ വേർപെടുത്തുന്ന മതിലുകളെ വളരെയധികം ഇടിച്ചിട്ടുണ്ട്. മനുഷ്യനെ ഒരുമിച്ച് കൊണ്ടുവരുന്ന പ്രത്യേക കാര്യങ്ങളാണല്ലോ ഇതൊക്കെ. ലോകമെങ്ങും ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നു. എരിഹോ മതില് പോലെ അത് ഇടിഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ഇന്ന് അത് ഒരുമിച്ച് കൊണ്ടുവരുവാനുള്ള ഒരു വലിയ പ്രക്രിയ. ദൈവം ന്യായവിധിയുമായി എത്രയും വേഗം വരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നതിന്റെ ഒരു കാരണം കൂടി ഇതത്രേ. ഇവിടുത്തെ ഈ ഭാഷാ പ്രശ്നം പെന്തക്കോസ്ത് നാളിലെ സംഭവവുമായി ബന്ധപ്പെടുത്തി നമുക്കൊന്ന് ചിന്തിക്കാം. അന്ന് ഭാഷകൾക്ക് വളരെ പ്രാധാന്യമുണ്ടായല്ലോ. അന്ന് അവിടെ കൂടിയിരുന്ന സകല ഭാഷക്കാർക്കും മനസ്സിലാകത്തക്ക വിധത്തിൽ സുവിശേഷം പ്രസംഗിക്കപ്പെട്ടു എന്ന് നാം കാണുന്നു. ഈ പറഞ്ഞത് അജ്ഞാതമായ ഏതെങ്കിലും ഭാഷയായിരുന്നതല്ല. ഒരിക്കലും അന്യഭാഷ അറിയപ്പെടാത്ത ഏതെങ്കിലും ഭാഷയായിരുന്നില്ല എന്നതുകൂടി ഞാൻ ഓർപ്പിക്കട്ടെ. ബാബേൽ ഗോപുരത്തിനുള്ള ഉത്തരം പെന്തക്കോസ്ത് നാളിൽ ദൈവം നൽകുകയാണ്. ദൈവം മനുഷ്യവർഗത്തോട് പറയുന്നു, എനിക്കൊരു സുവിശേഷമുണ്ട്. നിങ്ങൾക്കായി ഒരു ദൂത്, നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ ആ സുവിശേഷവുമായി ഞാനിതാ വരുന്നു. ഇതത്രേ ദൈവം ചെയ്തത്. ഇന്ന് മറ്റേതൊരു പുസ്തകം തർജ്ജമ ചെയ്തിട്ടുള്ളതിലും കൂടുതൽ ഭാഷകളിൽ വിശുദ്ധ ബൈബിൾ വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഇന്നും ഈ തിരുവചനം ചെറിയ ചെറിയ ഭാഷകളിൽ പോലും തർജ്ജമ ചെയ്തുകൊണ്ടിരിക്കുന്നു. ലിപികൾ പോലും ഇല്ലാത്ത ഭാഷകളിൽ ഈ വചനം തർജ്ജമ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആശ്ചര്യമായി തോന്നുന്നില്ലേ? സുവിശേഷം സകല മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്. ബാബേൽ ഗോപുരത്തിന് ദൈവം മറുപടി നൽകി എന്നതാണ് അന്യഭാഷാവരം വെളിപ്പെടുത്തിയത്. ഇന്ന് മനുഷ്യനൊരു വീണ്ടെടുപ്പ് അവൻ നൽകി. ദൗത്യം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞു. തന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രവൃത്തിയെടുത്ത് അത് സമ്പാദിക്കേണ്ടതിന്റെ ഒരു ആവശ്യകതയും മനുഷ്യനിന്നില്ല. അവന് ദൈവത്തിന്റെ ദൂത് ശ്രദ്ധിച്ച് ദൈവത്തിങ്കലേക്ക് തിരിയാവുന്നതാണ്.
സുഹൃത്തെ, താങ്കൾ ആരായിരുന്നാലും, താങ്കൾ ഏത് ഭാഷ സംസാരിക്കുന്ന വ്യക്തിയാണെങ്കിലും സുവിശേഷം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അതെ, ഇത് നിങ്ങൾക്കുള്ളതാണ്. ലോകത്തിലെ സകല രാഷ്ട്രങ്ങൾക്കും വേണ്ടിയുള്ളത് അത്രേ സുവിശേഷം. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മോട് പറഞ്ഞിരിക്കുന്നത് സകല ജാതികളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും വംശങ്ങളിലും ഭാഷകളിലും നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം അവന്റെ സന്നിധിയിൽ നിൽക്കും പോലും. ദൈവത്തിന്റെ വഴികൾ എത്ര അപ്രമേയമാണ്. അവനിൽ കൂടുതൽ ആശ്രയിച്ച് നമുക്ക് മുന്നേറാം. അവൻ അബദ്ധം പറ്റാറില്ല. അവന്റെ കരങ്ങളിൽ സമർപ്പിച്ചിട്ടുള്ളവർ എപ്പോഴും അവന്റെ ഹിതപ്രകാരം നയിക്കപ്പെടും. ഇന്നത്തെ പഠനം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി എന്ന് വിശ്വസിക്കട്ടെ. നിങ്ങൾ ഓരോ ദിവസവും ഈ പഠനം ശ്രദ്ധിക്കുവാൻ കാണിക്കുന്ന താല്പര്യത്തിന് നന്ദി. നമുക്ക് പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കുന്നതോർത്ത് സ്തോത്രം. ഞങ്ങൾ ഞങ്ങളുടേതായി കെട്ടിപ്പടുക്കുവാൻ ശ്രമിക്കുന്നതൊക്കെ ക്ഷണികമാകുന്നുവെന്നും നശ്വരമാകുന്നുവെന്നും ഇന്നത്തെ ക്ലാസ്സിലൂടെ നീ ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. കർത്താവേ, ഞങ്ങൾ വളരെ ശ്രദ്ധയോടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും തിരുഹിതപ്രകാരം ചെലവഴിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പരിശ്രമങ്ങളൊക്കെ നിന്നിൽ കേന്ദ്രീകൃതമാകുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ഈ വചനം ശ്രദ്ധിച്ച് എല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ അവിടുന്ന് കരുണ ചെയ്യണമേ. തുടർന്നും നീ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന ഈ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.